വാക്കുകൾ തമ്മിലുള്ള അകലം, ഇതൊന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല. അവരെഴുതുന്നത് അവർക്ക് തന്നെ വായിക്കാൻ കിട്ടില്ല. ഇനി നമുക്ക് എഴുത്തിലേക്ക് വരാം. എഴുതുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതിനാണ് നമ്മൾ പറയുന്നത് ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ വിത്ത് ഇമ്പയർമെൻറ്റ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതേ പ്രയാസങ്ങൾ അവിടെ വരുന്നു. എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ വിട്ടുപോകുന്നു, ആശയങ്ങൾ വിട്ടുപോകുന്നു. ഇവർ എഴുതുന്നത്, ഇവർക്ക് സ്പേസ്, ഓരോ അക്ഷരങ്ങളും തമ്മിലുള്ള അകലം, വാക്കുകൾ തമ്മിലുള്ള അകലം, ഇതൊന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല. അവരെഴുതുന്നത് അവർക്ക് തന്നെ വായിക്കാൻ കിട്ടില്ല. അങ്ങനെയാണ് അവരെഴുതുക. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, ഇവർ ബുദ്ധിയുള്ള കുട്ടികളാണ്, ബുദ്ധിയില്ലാത്ത കുട്ടികളല്ല. ഇതേ രൂപത്തിൽ ചിഹ്നങ്ങൾ വിട്ടുപോകുന്നു, ചിഹ്നങ്ങൾ ആഡ് ചെയ്യുന്നു. ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നതിൽ വരുന്നത്. ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി മാത്രം സൂചിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു ഡിസ്കാൽക്കുലിയ, ഗണിതം, കണക്ക് കീറാമുട്ടിയാണ്. ബാക്കി എല്ലാത്തിലും ഒരുപക്ഷെ ഉഷാറായിരിക്കും. ഈ കുട്ടി 9ഉം 6ഉം മാറിപ്പോകും. ഇവർക്ക് മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ കഴിയില്ല. മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കൂട്ടണം, വാട്ട് ഈസ് പ്ലസ്, ഈ ആശയം ഇവർക്ക് തലയിൽ കയറില്ല. എന്താണ് മൈനസ്? അതേ രൂപത്തിൽ ഇടത് വലത് ഇവർക്ക് മാറിപ്പോകും. 19 എന്ന് എഴുതിയാൽ ഇവർ 91 എന്ന് വായിക്കും. 69 എന്ന് എഴുതിയാൽ ഒരു പക്ഷേ 96 എന്ന് വായിക്കും. അപ്പുറവും ഇപ്പുറവും ഇവർക്ക് മാറിപ്പോകും. ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിനാണ് പറയുന്നത് എന്ത്? ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന പ്രയാസം. ഇത് ആണ് പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന 3 ഡിസോർഡറുകളായിട്ട് വരുന്നത്.